of July 2026 will consist of number one, consideration of any items of the government business carried over from today's order paper. It contains introduction, consideration and passing of the ഏതായാലും അഞ്ചാം ദിവസവും ലോക്സഭയും ഇരുസഭകളും പ്രക്ഷുബ്ധമാകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. എന്തായാലും ലോക്സഭ 12 മണിവരെ നിർത്തിവെച്ചിരിക്കുകയാണ്. ലോക്സഭാ നടപടിക്രമങ്ങൾ ആരംഭിക്കുമ്പോൾ തന്നെ പ്രതിപക്ഷത്തിന്റെ ബഹളമാണ് ഉണ്ടായത്. ഏതായാലും ധർമ്മേന്ദ്ര പ്രധാൻ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണമെന്ന ആവശ്യത്തിൽ തന്നെയാണ് പ്രതിപക്ഷം ഉറച്ചു നിൽക്കുന്നത്. ആന്റണി ജിസ്റ്റോർ ചേരുന്ന വിവരങ്ങളുമായി. ആന്റണി, തുടർച്ചയായ അഞ്ചാം ദിവസവും ഇരുസഭകളും ഒരു പ്രക്ഷുബ്ധമാകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. നമുക്കറിയാം, ലോക്സഭാ നടപടിക്രമങ്ങൾ ആരംഭിക്കുമ്പോൾ തന്നെ പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധമാണ് ഉണ്ടായത്. നടുത്തളത്തിൽ അടക്കം ഇറങ്ങിയുള്ള പ്രതിഷേധമാണ് നമ്മൾ കണ്ടത്. എന്തായാലും ഈ ഒരു കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കണം എന്ന നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് പ്രതിപക്ഷം. അതിനുശേഷമേ ഒരു ചർച്ചയ്ക്ക് തയ്യാറാകൂ എന്ന നിലപാടിൽ തന്നെയാണ് പ്രതിപക്ഷം ഉറച്ചു നിൽക്കുന്നത്. എന്തായാലും അഞ്ചാം ദിവസവും ലോക്സഭ പ്രക്ഷുബ്ധമാകുന്ന ഒരു സാഹചര്യമാണ്. ഏതായാലും 12 മണിവരെ ലോക്സഭാ നടപടിക്രമങ്ങൾ നിർത്തിവെച്ചിരിക്കുകയാണ്. എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ? തീർച്ചയായും സഭാ നടപടികൾ ലോക്സഭയിൽ ആരംഭിച്ച ഘട്ടത്തിൽ തന്നെ പ്രതിഷേധം തുടങ്ങി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു ആവശ്യമെന്ന് പറയുന്നത്. ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി എന്നുള്ളത് തന്നെയാണ്. ആ ആവശ്യത്തിൽ നിന്ന് പ്രതിപക്ഷം ഇതുവരെയും പിന്നോട്ട് പോയിട്ടില്ല. ഏതായാലും ആദ്യഘട്ടത്തിൽ തന്നെ മുദ്രാവാക്യം വിളികളുമായി പ്രതിപക്ഷം രംഗത്തെത്തിയതോടുകൂടി സഭ 12 മണിവരെ നിർത്തിവെച്ചിരിക്കുകയാണ് ചെയ്തത്. രാജ്യസഭയിൽ ഇപ്പോൾ സഭാ നടപടികൾ മുന്നോട്ട് പോകുന്നുണ്ട്. പക്ഷേ അവിടെ കുറച്ചു കഴിയുമ്പോൾ പ്രതിഷേധത്തിനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്. ഏതായാലും ഈ ശക്തമായ പ്രതിഷേധം പാർലമെന്റിനകത്തും പുറത്തും തുടരാൻ തന്നെയാണ് പ്രതിപക്ഷം തീരുമാനിച്ചിരിക്കുന്നത്. ഇന്നും പാർലമെന്റ് കവാടത്തിന് മുന്നിൽ പ്രതിപക്ഷ എംപിമാരുടെ നേതൃത്വത്തിൽ പ്രതിഷേധം നടന്നിരുന്നു. ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട്. എന്തായാലും രാജ്യസഭയും ഇത്തരത്തിൽ പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് വീണ്ടും 12 മണിവരെ പിരിഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ എന്തായാലും പ്രതിപക്ഷം സഭകളിലും എന്തായാലും ഈ ഒരു വിഷയം, ഈ ഒരു പ്രതിഷേധം തന്നെ തുടരുന്ന ഒരു സാഹചര്യമാണ്. ആന്റണി, തുടരാം. തീർച്ചയായും ഇരു സഭകളിലും പ്രതിഷേധം കഴിഞ്ഞ ദിവസങ്ങളിലേതുപോലെ തന്നെ അതിശക്തമായി തന്നെ തുടരുകയാണ് പ്രതിപക്ഷം എന്നുള്ളത് തന്നെയാണ്. അതായത് പ്രതിപക്ഷം അവരുടെ നിലപാട് കൃത്യമായി തന്നെ ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുണ്ട്. ചർച്ച ഇപ്പോൾ വേണ്ട, ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കട്ടെ, ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ച ശേഷമാകാം ചർച്ച എന്നുള്ളതാണ് പ്രതിപക്ഷത്തിന്റെ നിലപാട്. അതുകൊണ്ട് തന്നെ ഭരണപക്ഷത്തിന്റെ ഒരു അനുനയ നീക്കത്തിനും പ്രതിപക്ഷം വഴങ്ങുന്നില്ല എന്നുള്ളത് തന്നെയാണ്. ഈ ആവശ്യം ഉയർത്തിക്കൊണ്ട് തന്നെയാണ് മുദ്രാവാക്യം വിളികളുമായി പ്രതിപക്ഷം സഭയിലേക്ക് എത്തുകയും ചെയ്യുന്നത്. ഇന്നലെ അടക്കം ചർച്ച ആകാമെന്നുള്ള കാര്യം സഭയിൽ അറിയിച്ചിരുന്നു ഭരണപക്ഷം. പക്ഷേ അങ്ങനെ വേണ്ട, ഈ ധർമ്മേന്ദ്ര പ്രധാൻ ആദ്യം രാജിവെക്കട്ടെ, അതിനുശേഷം ചർച്ച നടത്താമെന്നുള്ളതാണ് പ്രതിപക്ഷം ഉന്നയിക്കുന്നത്. ഏതായാലും ഇപ്പോൾ ഇരു സഭകളും 12 മണിവരെ പിരിഞ്ഞിരിക്കുകയാണ്. സ്വാഭാവികമായും 12 മണിക്കും സഭാ നടപടികൾ തുടരുമ്പോൾ പ്രതിഷേധം തുടരാൻ തന്നെയാണ് സാധ്യത. ശരി, എന്തായാലും അഞ്ചാം ദിവസവും തുടർച്ചയായി ഇത്തരത്തിൽ ഇരുസഭകളും പ്രതിഷേധത്തെ തുടർന്ന് പിരിഞ്ഞിരിക്കുകയാണ്. എന്തായാലും ഇരുസഭകളും 12 മണിവരെ പിരിഞ്ഞിരിക്കുകയാണ്. ഈ നടപടിക്രമങ്ങൾ പാർലമെന്റ് നടപടിക്രമങ്ങൾ ആരംഭിക്കുമ്പോൾ തന്നെ ഇത്തരത്തിൽ പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധമാണ് ഉടലെടുക്കുന്ന സാഹചര്യമുണ്ടായത്. പ്രധാനമായും നീറ്റ് പരീക്ഷാ ക്രമക്കേടിൽ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണം എന്ന ആവശ്യം തന്നെയാണ് പ്രതിപക്ഷം ഉയർത്തുന്നത്. ഈ ഒരു ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് കേന്ദ്രം അറിയിക്കുമ്പോഴും ഈ ഒരു ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിക്ക് ശേഷം ഒരു ചർച്ചയാകാം, അല്ലെങ്കിൽ രാജിക്ക് മുമ്പ് ഒരു ചർച്ചയ്ക്ക് താല്പര്യമില്ല എന്ന നിലപാട് തന്നെയാണ് പ്രതിപക്ഷം നിലപാട് സ്വീകരിക്കുന്നത്. ഏതായാലും ഇരുസഭകളും ഇപ്പോൾ എന്തായാലും പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് 12 മണിവരെ പിരിഞ്ഞിരിക്കുകയാണ്. ആന്റണി ജിസ്റ്റോർജാണ് വിവരങ്ങൾ നൽകിയത്.